ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് കേരള PSC നടത്തുന്ന എക്സാമിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ്, അതിൻ്റെ സിലബസ് ബേസ്ഡ് 4th പാർട്ടിലേക്ക് സ്വാഗതം. കോപ്പറേഷൻ എന്ന പേപ്പറിൻ്റെ മൊഡ്യൂള് 1 എ കോപ്പറേറ്റീവ് ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആസ് ആൻ എൻ്റർപ്രൈസ് എന്ന ഏരിയ ആണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് കോപ്പറേറ്റീവിൻ്റെ ബേസിക് ടേംസുകൾ, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, വാല്യൂസ്, പ്രിൻസിപ്പിൾസ്, ബെനിഫിറ്റ്സ്, വ്യത്യസ്ത ഗ്രൂപ്പുകൾക്ക് കോപ്പറേറ്റീവ് സിസ്റ്റം നൽകുന്ന ബെനിഫിറ്റ്സ് തുടങ്ങിയ ഇൻട്രൊഡക്ഷൻ ഏരിയ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനുശേഷം പാർട്ട് 2 ബാങ്കിങ്ങും പാർട്ട് 3 IT ആൻഡ് സൈബർ ലോ തുടങ്ങിയ ഏരിയകളും സിലബസ് ബേസ് ചെയ്തിട്ട് ക്ലാസ്സുകൾ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ പല എക്സാമിൻ്റെയും ഒരു ഭാഗമായിട്ട് MC ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് ഈ കോപ്പറേഷൻ എന്ന വേർഡ് എങ്ങനെ ഡെവലപ്പ് ചെയ്തതെന്ന്. ലാറ്റിൻ വേർഡ് കോഓപ്പറാരി എന്ന വേർഡിൽ നിന്നാണ് കോപ്പറേഷൻ ഡെവലപ്പ് ആവുന്നത്. ഈ കോഓപ്പറാരി എന്നത് 2 വേർഡ് ചേർന്നാണ്. CO എന്ന് പറഞ്ഞാൽ വിത്ത് എന്നും, ഓപ്പറാരി മീൻസ് ടു വർക്ക്. ഈ 2 വേർഡ് ചേർന്നിട്ട് കോഓപ്പറാരി എന്നായി മാറി. അങ്ങനെ അതിൻ്റെ വേർഡ് മീനിങ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ടുഗദർ എന്നാണ്. കോഓപ്പറാരി എന്ന ലാറ്റിൻ വേർഡിൻ്റെ മീനിങ് വർക്കിംഗ് ടുഗദർ. വർക്കിംഗ് ടുഗദർ എന്താ ഉദ്ദേശിച്ച് ചോദിച്ചാൽ വർക്കിംഗ് ടുഗദർ വിത്ത് അതേഴ്സ് ഫോർ എ കോമൺ പർപ്പസ് എന്നൊരു ഉദ്ദേശമാണ് ഈ കോപ്പറാരി എന്ന ലാറ്റിൻ വേർഡിൻ്റെ മീൻ ചെയ്യുന്നതും. അങ്ങനെയാണ് കോപ്പറേഷൻ എന്ന വേർഡ് ഡെവലപ്പ് ആവുന്നത്. കോപ്പറേഷൻ്റെ ഏറ്റവും ബേസിക് ആയൊരു ഐഡിയ എന്തെന്ന് ചോദിച്ചാൽ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്, മ്യൂച്വൽ എയ്ഡ്, ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് തുടങ്ങിയവയൊക്കെയാണ് കോപ്പറേഷൻ്റെ അടിസ്ഥാന ലോജിക്ക്, ബേസിക് ഐഡിയ എന്നൊക്കെ പറയുന്നത്. പാർട്ട് 1 ഭാഗമായിട്ട് മൊഡ്യൂൾ 1 ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം തുടങ്ങിയ വ്യത്യസ്ത എക്കണോമിക് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ പറഞ്ഞിരുന്നു. ഓരോ സിസ്റ്റത്തിനും അതിൻ്റെ ബെനിഫിറ്റും ഡിഫക്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്യാപിറ്റലിസം, സോഷ്യലിസം അടിസ്ഥാനപരമായിട്ട് വളരെയധികം വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ക്യാപിറ്റലിസത്തിലൊക്കെ ലേബേഴ്സിനൊക്കെ ഒരു മെഷീൻ എന്ന രീതിയിൽ, ഒരു പ്രൊഡക്ഷൻ എലമെൻ്റ് എന്ന രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റാണ് അവരുടെ മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ ലേബേഴ്സിനും അതല്ലെങ്കിൽ കൺസ്യൂമേഴ്സ്, ഏത് പാർട്ടിക്കും, ഓണേഴ്സ് അല്ലാത്ത പാർട്ടികൾക്കൊക്കെ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്, ചൂഷണങ്ങൾക്ക് വിധേയമാവാറുണ്ട്. അപ്പം അതിനൊക്കെ ഒരു പരിഹാരം എന്ന രീതിയിലാണ് കോപ്പറേഷൻ ലോകത്ത് ഡെവലപ്പ് ആവുന്നതും. മാത്രമല്ല, പ്രത്യേകിച്ചും ഡെവലപ്പിംഗ് നേഷൻസ്, ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് നേഷൻസ് ഒരുപാട് അത്തരം രാജ്യങ്ങളിൽ കോപ്പറേഷന് ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബേസിക് ഹിസ്റ്ററി ഈ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് 2nd മൊഡ്യൂളിൽ അതിനായിട്ടൊരു ഏരിയ സിലബസിൽ വരുന്നുണ്ട്. ആ ഏരിയയിൽ വളരെ വിശദമായിട്ട് ഇതിൻ്റെ ഹിസ്റ്ററി പറയാം, ഇതിൻ്റെ എവല്യൂഷൻ സ്റ്റേജസ് പറയാം. ഇൻട്രൊഡക്ഷൻ എന്നത് സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ബേസിക് കാര്യങ്ങൾ പറഞ്ഞത്. കോപ്പറേഷൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടി വ്യക്തമാവും. കാരണം ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം തുടങ്ങിയ ഇസങ്ങൾ ആദ്യമേ പഠിച്ചു വെച്ചതാണ്. അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ കോപ്പറേഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ആൻ എൻ്റർപ്രൈസ് ഓർ ആൻ അണ്ടർടേക്കിംഗ്. 2 പോയിൻറ്റും കണക്റ്റഡ് ആണ്.
ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ജോയിൻ ഹാൻഡ് ആയിട്ട് അവരുടെ ഒരു അസോസിയേഷൻ, പിന്നീട് എൻ്റർപ്രൈസ് ഓർ അണ്ടർടേക്കിംഗ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് എൻ്റർപ്രൈസ് ആണ് റൺ ചെയ്യുന്നത്, കുറച്ച് മെമ്പേഴ്സാണ്, അവർ തന്നെ റിസ്ക് എടുക്കുന്നു, അവർ തന്നെ അതിൻ്റെ ഓണർഷിപ്പ് എടുക്കുന്നു. ആ രീതിയിലുള്ളൊരു എൻ്റർപ്രൈസ് ആണ് അല്ലെങ്കിൽ അണ്ടർടേക്കിംഗ് ആണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് വളണ്ടറി അസോസിയേഷൻ ആണ്. അതായത് സൊസൈറ്റി ഫോർമേഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ അത് തികച്ചും വളണ്ടറി ആണ്. അത് അവരുടെ ഇഷ്ടത്തിലേക്ക് രൂപീകരിക്കുന്നു, അവരെ ലക്ഷ്യത്തിലേക്ക് രൂപീകരിക്കുന്നു. മറ്റൊരു ഫീച്ചർ സർവീസ് ഒബ്ജക്റ്റീവ് ആണ്. ഇവിടുത്തെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റിനേക്കാൾ ഉപരി സർവീസാണ്. മെമ്പേഴ്സിന് സർവീസ് ചെയ്യുക, മെമ്പേഴ്സിൻ്റെ ഒരു കോമൺ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോവുക. അതിന് പ്രോഫിറ്റ് വേണ്ടി വരും, പക്ഷെ പ്രോഫിറ്റ് അല്ല മെയിൻ എയിം എന്ന് പറയുന്നത്. ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റാണ് മെയിൻ, അതിലേക്ക് ബാക്കിയുള്ള എല്ലാം അഡ്ജസ്റ്റ് ചെയ്യും എന്നായിരുന്നു അന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറ്റൊരു ഫീച്ചർ ഡെമോക്രാറ്റിക് മാനേജ്മെൻ്റ് ആണ്. അതായത് വൺ മാൻ വൺ വോട്ട് എന്ന ബേസിക് ഒരു അടിസ്ഥാന പ്രമാണത്തിൻ്റെ ബേസിലാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അതല്ലാതെ ക്യാപിറ്റലിൻ്റെ ബേസിലല്ല സൊസൈറ്റിയെ ട്രീറ്റ് ചെയ്യുന്നത്. ഒരു ഹ്യൂമൻ ബീയിങ് ആണ് അല്ലെങ്കിൽ മെമ്പേഴ്സിനാണ് അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കമ്പനി ലോ പ്രകാരം നമ്പർ ഓഫ് ഷെയർസ് അതിൻ്റെ വാല്യൂ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വോട്ടിംഗ് പവർ ഉള്ളത്. പക്ഷേ ഇവിടെ ക്യാപിറ്റലിനേക്കാൾ പ്രാമുഖ്യം മെമ്പേഴ്സിനാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയാം വൺ മാൻ വൺ വോട്ട് എന്നതാണ് അടിസ്ഥാന ബേസിക് പ്രിൻസിപ്പിൾ. അതായത് ആളുകൾക്കനുസരിച്ചാണ്, അതല്ലാതെ ഒരാൾ എത്ര ക്യാപിറ്റൽ കൊണ്ടുവന്നു അതിലേക്ക് എത്രത്തോളം ക്യാപിറ്റൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതിനേക്കാൾ ഉപരി മെമ്പേഴ്സിനാണ് പ്രാമുഖ്യം. പിന്നെ ഒരു ഫീച്ചർ ഇക്വിറ്റിയാണ്. ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത് എല്ലാം കൊണ്ട് പൊളിറ്റിക്കൽ, റിലീജിയസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഒന്നിലും തന്നെ യാതൊരു ഡിസ്ക്രിമിനേഷനും ഇടവരുത്തുന്നില്ല. മാത്രമല്ല എ പാർട്ട് ഓഫ് സോഷ്യോ എക്കണോമിക് മൂവ്മെൻറ്റ്. പിന്നെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷണാലിറ്റി ഓർ ഇക്വാലിറ്റി. ഇക്വിറ്റി എന്ന പോയിൻ്റ് ഒരു തുടർച്ച ലാസ്റ്റ് പറഞ്ഞ പോയിൻറ്റും മെമ്പേഴ്സിൻ്റെ ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷണാലിറ്റി, വൺ മാൻ ആ വോട്ടിംഗ് ഒക്കെ ഓർക്കാവുന്ന ഒരു പോയിൻറ്റും കൂടിയാണ് ഇത് ഇക്വാലിറ്റി. പിന്നെ ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ മൂവ്മെൻറ്റ് ഫൗണ്ട് ഇൻ ഓൾ കൺട്രീസ് ഓഫ് ദി വേൾഡ്. ഇന്ത്യയിൽ മാത്രമുള്ളതോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ മാത്രമുള്ളതോ അത് ഒരു മൂവ്മെൻറ്റ് മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും എല്ലായിടത്തും മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ച ഒരു പോപ്പുലറായ സിസ്റ്റം കൂടിയാണ് കോഓപ്പറേഷൻ എന്നത്. ലോകത്ത് അടിസ്ഥാന വർഗത്തിന്, പ്രത്യേകിച്ചും തൊഴിലാളികൾക്കും ഉപഭോക്താക്കൾക്കും എല്ലാവർക്കും അവരുടേതായ താല്പര്യങ്ങൾ വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു എക്കണോമിക് സിസ്റ്റം കൂടിയാണ് കോഓപ്പറേഷൻ. നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാം, വാല്യൂസ് ഓഫ് കോർപ്പറേഷൻ. പ്രത്യേകിച്ചും പ്രിൻസിപ്പിൾസ്, വാല്യൂസ്, ഐഡിയ ഇവയൊക്കെ വേർതിരിച്ച് തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒരു MCQ എക്സാമൊക്കെ എഴുതാൻ പോകുമ്പോൾ എന്താണ് ഈ വാല്യൂസ്, ഏതെല്ലാമാണ് കോർപ്പറേഷൻ്റെ വാല്യൂസ്, ഏതെല്ലാമാണ് കോർപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾസ്, ഏതെല്ലാമാണ് കോർപ്പറേഷൻ്റെ ബേസിക് ഐഡിയാസ്. അപ്പോൾ ഐഡിയ നേരത്തെ പറഞ്ഞു. വാല്യൂസ് നോക്കുകയാണെങ്കിൽ സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി ആൻഡ് ഇക്വാലിറ്റി, ഇക്വിറ്റി ആൻഡ് സോളിഡാരിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വാല്യൂസ് ഓഫ് കോർപ്പറേഷൻ. കോർപ്പറേഷൻ ഈ പറഞ്ഞ വാല്യൂസിൻ്റെ ബേസിലാണ് കോർപ്പറേഷൻ വർക്ക് ചെയ്യുന്നത്, കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്. ഇനി ആവർത്തിക്കുന്നില്ല, ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പറയേണ്ടത് വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ.
7 പ്രിൻസിപ്പിൾ പ്രത്യേകിച്ച് ഡെലിബറേറ്റ് ആയിട്ട് തന്നെ 7 എന്ന പോയിന്റ് ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഏഴ് പ്രിൻസിപ്പിൾസാണ് കോപ്പറേറ്റീവിന് ഉള്ളത്. ഈ പ്രിൻസിപ്പിൾസ് സിലബസ് ഇൻട്രൊഡക്ഷൻ എന്നതിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് പറയുന്നുള്ളൂ. കാരണം സിലബസ് ഭാഗമായിട്ട് വെറും മൊഡ്യൂളുകളിൽ എടുത്തിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഡെവലപ്പിംഗ് സ്റ്റേജിലൊക്കെ പ്രിൻസിപ്പിൾ 4 സ്റ്റേജിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ വിശദീകരിച്ച് പറയും ഓരോ പ്രിൻസിപ്പിൾ എന്താണെന്ന്. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് വായിച്ചു പോകുന്നുള്ളൂ. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, എത്ര പ്രിൻസിപ്പിൾസ് ഉണ്ട്? 7. ആ 7 ഓർഡർ പ്രകാരം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 4th പ്രിൻസിപ്പിൾ എന്തെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം. 7th പ്രിൻസിപ്പിൾ എന്ത് ചോദിച്ചാൽ പറയാൻ പറ്റണം. 1st പ്രിൻസിപ്പിൾ ഏത് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം. അതല്ലെങ്കിൽ 4ാമത്തെ പ്രിൻസിപ്പിളായ ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്നതിന് തുടർച്ചയായിട്ട് വരുന്ന അടുത്തത് ഏത്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് പല എക്സാമിനും. കോപ്പറേറ്റീവ് എക്സാമിനും ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് 7 പ്രിൻസിപ്പിൾസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം, വിശദീകരിക്കുന്നില്ല. പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് കാണാറുണ്ട്. പോയിന്റുകൾ അടുത്ത ക്ലാസ്സുകൾ വിശദീകരിക്കാം. കാരണം സെക്കൻഡ് മൊഡ്യൂൾസിൽ ഏരിയ വരുന്നുണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. ഫസ്റ്റ്, വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ബൈ മെമ്പേഴ്സ്, economic participation by members, autonomy and independence, education, training and information, cooperation among cooperatives, concern for community. ഇവ ആണ് ഈ 7 ബേസിക് പ്രിൻസിപ്പിൾസ് കോപ്പറേറ്റീവ്സിൻ്റെ. നെക്സ്റ്റ് നോക്കാം, വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് കോപ്പറേഷന്. കാരണം എല്ലാ ഫീച്ചേഴ്സിലും ഡിഫറെൻ്റ് എക്കണോമിക് സിസ്റ്റം എന്ന ഹെഡിൽ ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം ഇതിലൊക്കെ പറഞ്ഞ ഒരു മെയിൻ ഏരിയ ഇരുന്ന് ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്. അതേപോലെ കോപ്പറേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാം എന്ന് നോക്കാം. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് ഹെൽപ്പ് അല്ലേ, ഒരു അത് രീതിയിലൊരു അസോസിയേഷൻ എന്നൊക്കെ ആദ്യം പറഞ്ഞ്. ഫസ്റ്റ് പറയാം എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ. പല രീതിയിലുള്ള ചൂഷണങ്ങൾക്കുള്ള പരിഹാരം എന്ന രീതിയിലാണ് കോപ്പറേഷൻ ഡെവലപ്പ് ചെയ്തത്. ആ ഒരു പോയിന്റ് തന്നെയാണ് ആദ്യം പറയുന്നത്, എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ. പലപ്പോഴും ഒരു മാർക്കറ്റിംഗ് അത്തരം പ്രോസസ്സുകളിൽ മിഡിൽ മാൻ അല്ലെങ്കിൽ അത്തരം മീഡിയേറ്ററിൽ വർക്ക് ചെയ്യുന്നവരാണ് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കാറ്. പ്രൊഡ്യൂസർക്കോ അല്ലെങ്കിൽ അത് എൻഡ് യൂസർക്കോ കസ്റ്റമർക്കോ അതിൻ്റെ ബെനിഫിറ്റ് അത് ചിലപ്പോൾ ഒരു ഫെയർ റേറ്റിൽ കസ്റ്റമർ കിട്ടുന്നുണ്ടാവില്ല. കസ്റ്റമർ കൊടുക്കുന്ന ആ ഉയർന്ന വാല്യൂ പ്രൊഡ്യൂസർ കിട്ടുന്നുണ്ടാവില്ല. അപ്പം ഒരു പരിഹാരം എന്ന രീതിയിലാണ് എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ, ആ ഇഷ്യൂവിന് സൊല്യൂഷൻ. ദെൻ റൈസിങ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് പുവേഴ്സ്. ഒരു ബേസിക് ഒബ്ജക്റ്റീവ് കൂടിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ, അതായത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അപ്പോൾ ഏറ്റവും അടിസ്ഥാന വർഗത്തിൻ്റെ അവരെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുക, അവർക്ക് ഒരു റെഗുലറായിട്ടൊരു സ്റ്റേബിളായിട്ടൊരു ഇൻകം കിട്ടുക എന്ന രീതിയിലൊക്കെ ഒരു ഒബ്ജക്റ്റീവ് കൂടിയാണ് റൈസിങ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദി പുവർ. നെക്സ്റ്റ്, റിമൂവൽ ഓഫ് ദി ഇൽസ് ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിൻ്റെ എല്ലാ ഇഷ്യൂസും സോൾവ് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടിയാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. പ്രോഫിറ്റ് മോട്ടീവ് ആയിരുന്നു ക്യാപിറ്റലിസത്തിൻ്റെ മെയിൻ ഇഷ്യൂ, അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ്. അതുതന്നെയാണ് അവരുടെ മെയിൻ പ്രോബ്ലം. കാരണം പ്രോഫിറ്റ് മോട്ടീവ് എന്ന മുഖ്യ ലക്ഷ്യത്തിലേക്ക് നയിക്കുമ്പോൾ അതിൻ്റെ ചുറ്റും വരുന്ന പലതിനെയും, പ്രത്യേകിച്ചും ലേബേഴ്സ്, ഹ്യൂമൻ ബീയിങ് എന്ന രീതിയിലൊന്നും ലേബറിനെ കാണാൻ കഴിയില്ല. അതൊരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന രീതിയിൽ മുന്നോട്ട് ക്യാപിറ്റലിസ്റ്റിൽ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അത്തരം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എക്സ്പ്ലോയിറ്റേഷൻ, ക്ലാസ് സ്ട്രഗിൾ, എക്കണോമിക് ഇനീക്വാളിറ്റി, അൺഫെയർ കോമ്പറ്റീഷൻ, ഒരുപാട് ഇഷ്യൂസ്, പ്രോബ്ലംസ് ക്യാപിറ്റലിസത്തിനുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു പരിഹാരം, ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ കോപ്പറേഷനെ കാണാൻ പറ്റും. നെക്സ്റ്റ്, റൈസിങ് മോറൽ സ്റ്റാൻഡേർഡ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ കൺസിഡറേഷന് മെമ്പേഴ്സിനാണ്, അവരുടെ താല്പര്യത്തിനാണ് എന്ന രീതിയിലൊക്കെ. ഇൻക്രീസിങ് ദി പ്രോസ്പെരിറ്റി ഓഫ് ദി ഹോൾ എക്കണോമി.
അതിൻ്റെ ആകെ മൊത്തം റിസൾട്ട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വ്യക്തിക്കോ ഒരു ഗ്രൂപ്പിനോ അല്ല അതിൻ്റെ ബെനിഫിറ്റ്, അത് മൊത്തം കമ്മ്യൂണിറ്റിക്കാണ് അതിൻ്റെ ബെനിഫിറ്റ്. ക്യാപിറ്റലിസത്തിലാകുമ്പോൾ അതൊരു കമ്പനി അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന രീതിയിലായിരിക്കും അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക എങ്കിൽ ഇവിടെ ഒരു മൊത്തത്തിൽ സൊസൈറ്റിക്കാണ് അതിൻ്റെ ബെനിഫിറ്റ്. അബോളിഷൻ ഓഫ് സോഷ്യൽ ഇൻഇക്വാലിറ്റീസ്, ഹൈ ക്ലാസ് ലോ ക്ലാസ് എന്ന ക്ലാസ് സ്ട്രഗിളിന് ഒരിക്കലും കോർപ്പറേഷന് ഇട നൽകുന്നില്ല. അത്തരം സോഷ്യൽ ടെൻഷൻ അല്ലെങ്കിൽ അതൊരു ഭാഗമേ അല്ല കോർപ്പറേഷൻ്റെ. പിന്നെ മറ്റൊന്ന് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രത്യേക മതത്തിനോ പൊളിറ്റിക്സിനോ അവിടെ ഒരു വലിയ ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല, അതിൻ്റെ താല്പര്യം അല്ല. ഇവിടെ ഹ്യൂമൻ ബീയിങ് ആണ്. ഇവിടുത്തെ 7 പ്രിൻസിപ്പിൾസാണ് അടിസ്ഥാനം നേരത്തെ പറഞ്ഞ. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് ലൈഫ്, ഒരു സ്പീക്കർ സെഷൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയർത്തിക്കൊണ്ടുവരിക, കമ്മ്യൂണിറ്റിയിൽ ഡെവലപ്മെൻറ്റ് എന്ന രീതിയിലൊക്കെയുള്ള ഒരു ഉദ്ദേശം കൂടെ കോർപ്പറേഷൻ ഉണ്ട്. നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം, അവസാന ഏരിയയിലേക്ക് പോവാം. ബെനിഫിറ്റ് ഓഫ് കോർപ്പറേഷൻ. കോർപ്പറേഷൻ്റെ ബെനിഫിറ്റ് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ഒരു മെയിനായിട്ടൊരു 3 സെക്ഷനായിട്ട് പറയാം. അതിൻ്റെ എക്കണോമിക് ബെനിഫിറ്റ്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബെനിഫിറ്റ്, എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്. ഇതിൽ ആദ്യം വരുന്ന എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എക്കണോമിക് റിലേറ്റഡ് സൈഡ് ബെനിഫിറ്റ് ഏതൊക്കെ വെച്ചാൽ, ഒന്ന് ആദ്യത്തേതാണ് എന്ത്, സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻസെൻറ്റീവ് ഇൻ ബിസിനസ് ബൈ ദാറ്റ് ഓഫ് സർവീസ് ടു ദി കമ്മ്യൂണിറ്റി. പ്രോഫിറ്റ് എന്നത് മാറ്റിയിട്ട് സർവീസ് എന്നത് കൊണ്ടുവരുന്നു, അതൊരു എക്കണോമിക് ബെനിഫിറ്റും കൂടിയാണ്. പിന്നുള്ളത് എ മോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. ക്ലാസ് സ്ട്രഗിൾ ഒന്നും ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. ക്യാപിറ്റലിസ്റ്റിലെ ഹൈ ക്ലാസ് ലോ ക്ലാസ്, ഇനീക്വാളിറ്റി ഓഫ് ഇൻകം വെൽത്ത്, അതിനൊക്കെ ഒരു സൊല്യൂഷനും കൂടിയാണ്. അപ്പോൾ അത് മറ്റൊരു എക്കണോമിക് ബെനിഫിറ്റാണ്, മോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. മറ്റൊന്ന് എ ബ്രേക്കപ്പ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് ടെൻഡൻസീസ്. ഒരു മൊണോപ്പൊളിസ്റ്റിക് എന്നത് ഒരു ക്യാപിറ്റലിസത്തിലെ ഒരു മെയിൻ ഫീച്ചറാണ്. അതൊരു ഡിഫക്റ്റായിട്ട് പറയാമെങ്കിലും പക്ഷേ അത്തരം മൊണോപ്പൊളിസ്റ്റിക് ടെൻഡൻസിക്ക് യാതൊരു അവസരവും ഈ കോപ്പറേറ്റീവിലില്ല. പിന്നെ പറയുന്നു ഇൻക്രീസിങ് പർച്ചേസിങ് പവർ ആൻഡ് റിയൽ വേജ് ടു ദി ഇൻഡിവിജ്വൽസ്. കാരണം മെമ്പേഴ്സിന് ഒരു സ്റ്റേബിൾ ഇൻകം കിട്ടുന്നു, അതിന് വാല്യൂ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്വഭാവത്തിൽ വ്യത്യസ്ത രീതിയിൽ സൊസൈറ്റികളുണ്ട്. അപ്പോൾ എന്തുദ്ദേശത്തിലാണോ ആ സൊസൈറ്റി വർക്ക് ചെയ്യുന്ന ആ ഒരു ഉദ്ദേശം വളരെ സത്യസന്ധമായിട്ട് ആ മെമ്പേഴ്സിന് കിട്ടുന്നു എന്നത് മറ്റൊരു എക്കണോമിക് ബെനിഫിറ്റാണ്. പിന്നെ പറയാം റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ബൈ എലിമിനേഷൻ ഓഫ് അൺനെസസറി മിഡിൽ മാൻ. ഒരു ഫീച്ചറും കൂടിയായിരുന്നു, മിഡിൽ മാൻ ഒഴിവാക്കാൻ പറ്റും എന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. നെക്സ്റ്റ് ദി മോർ ആക്യുറേറ്റ് കോറിലേഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഒരു നല്ലൊരു മാർക്കറ്റിംഗ് മെക്കാനിസം, ഡിമാൻഡ് സപ്ലൈ മാർക്കറ്റിനെ ലീഡ് ചെയ്യുന്നു. തികച്ചും ഫെയർ ആയിട്ട് പ്രൈസുകൾ ഫിക്സ് ആവുന്നു. അതല്ലാതെ ഒരു ഇൻഡിവിജ്വലിനോ ഗ്രൂപ്പിനോ അതിലൊരു ഇൻഫ്ലുവൻസ് നടത്താൻ പറ്റാത്ത രീതിയിൽ തികച്ചും മാർക്കറ്റ് മെക്കാനിസം തന്നെ അവിടെ കോറിലേറ്റ് ചെയ്യപ്പെടുന്നു. ദെൻ സ്റ്റെബിലൈസേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റേബിൾ ഇൻകം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജനറൽ ഇംപ്രൂവ്മെൻറ്റ് ഇൻ എംപ്ലോയി റിലേഷൻഷിപ്പ്. പ്രത്യേകിച്ചും പറയാവുന്നതാണ് ഒരു എംപ്ലോയി റിലേഷന്. അവിടെ പ്രോഫിറ്റ് മോട്ടീവ് അല്ല മുഖ്യ ലക്ഷ്യം എന്നതുകൊണ്ട് തന്നെ അവിടെ എംപ്ലോയിയുടെ എംപ്ലോയിൻ്റെ താല്പര്യം സംരക്ഷിക്കപ്പെടുന്നു എന്നതും മറ്റൊരു ബെനിഫിറ്റാണ്. ഏറ്റവും ലാസ്റ്റ് ചീപ്പ് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ഫാം പ്രൊഡക്റ്റ് അറ്റ് റീസണബിൾ പ്രൈസ്. പ്രത്യേകിച്ചും ഫാം പ്രൊഡക്ട്സ്, അഗ്രികൾച്ചർ പ്രൊഡക്ട്സിൻ്റെ മാർക്കറ്റിങ്ങിൽ പല പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിന് പ്രൊഡ്യൂസർക്ക് കറക്റ്റ് വില കിട്ടാറില്ല, അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റാറില്ല, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആ സ്വഭാവത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സൊസൈറ്റി ആണെങ്കിൽ അത്തരം ഇഷ്യൂസിനെ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും പറ്റും എന്നത് മറ്റൊരു ബെനിഫിറ്റാണ്. സെക്കൻഡ് കാറ്റഗറി സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബെനിഫിറ്റാണ്. സോഷ്യൽ പൊളിറ്റിക്കൽ സെക്ടേഴ്സിൽ എന്തെല്ലാം ബെനിഫിറ്റ് കോർപ്പറേഷൻ തരുന്നു നോക്കാം. ഫസ്റ്റ്, പ്രൊവൈഡ് എ യൂണിക് എഡ്യൂക്കേഷൻ ഇൻ ഡെമോക്രസി, റെസ്പോൺസിബിലിറ്റി ആൻഡ് ടോളറേഷൻ. മറ്റൊന്ന്, ടു ട്രെയിൻ ഫോർ പൊളിറ്റിക്കൽ പവർ,
to evolve an industrial relationship among all, to preserve a strong friendly or family spirit and sense of pride and power which is impersonal, to secure rational construction and unifying approaches to social and economic problems, to prevent underemployment and അൺഎംപ്ലോയ്മെൻറ്റ് രണ്ടാണ് അണ്ടർഎംപ്ലോയ്മെൻറ്റും അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജോലി ഇല്ലാത്ത അവസ്ഥ. അണ്ടർഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജോലിയൊക്കെ ഉണ്ട്, പക്ഷേ അദ്ദേഹത്തിന് മാച്ചാവുന്ന ജോലിയല്ല. പക്ഷേ ചിലപ്പോൾ ഒരു പാർട്ട് ടൈം ജോലി ആയിരിക്കും, ഫുൾ ടൈം ജോലി കിട്ടിയിട്ടില്ല. ഫുൾ ടൈം ജോലി ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട്, പക്ഷേ അതിനുള്ളൊരു സാഹചര്യമല്ല, ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അതാണ് അണ്ടർഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. രണ്ട് ടേമാണ് ഒരു വന്നപ്പോൾ ഇതിലെ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നൊന്ന് ടു സെക്യൂർ മോറൽ ആസ് വെൽ ആസ് ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് പ്യുവർ ക്വാളിറ്റി, കറക്റ്റ് വെയ്റ്റ്, ഫെയർ ഡീലിങ്സ്. ഇവിടെ പ്രോഫിറ്റ് മുഖ്യ ലക്ഷ്യമല്ലാത്തതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി മീറ്റ് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, കറക്റ്റ് വെയ്റ്റ്, കറക്റ്റ് ഫെയർ ഡീലിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. ടു പ്രിവെൻറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മെൻ ബൈ മെൻ. സാധാരണ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോയിറ്റേഷൻ തന്നെയാണ്. ഒന്നല്ലെങ്കിൽ ലേബേഴ്സിനായിരിക്കും, അതല്ലെങ്കിൽ റിസോഴ്സ് ആയിരിക്കും, നാച്ചുറൽ റിസോഴ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ കൺസ്യൂമർ ആയിരിക്കാം. പക്ഷേ ഇവിടെ ഒരു മറ്റുള്ള ബിസിനസ് രീതിയിൽ നിന്നും മറ്റുള്ള എക്കണോമിക് സിസ്റ്റത്തിൽ നിന്നും കോർപ്പറേഷൻ വളരെയധികം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ യാതൊരു ചാൻസും ഇല്ല എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാൻ ഏത് റിസോഴ്സ്, പ്രത്യേകിച്ച് മെൻ ബൈ മെൻ. ലാസ്റ്റ് പറയാൻ പറ്റും പിന്നെ എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്. എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസ് ലേൺ ബൈ എക്സ്പീരിയൻസ്, ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന പോലെ ഗെയിൻ ഇൻ പ്രാക്ടിക്കൽ വർക്ക് ഓഫ് കോർപ്പറേഷൻ. കോർപ്പറേഷൻ ആൾസോ സ്പോൺസേഴ്സ് എഡ്യൂക്കേഷൻ. കോർപ്പറേഷനും എഡ്യൂക്കേഷനും വളരെയധികം ട്രെയിനിങ്ങിനും ഡെവലപ്മെൻറ്റിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. ദെയർ ആർ മെനി കോപ്പറേറ്റീവ് സ്കൂൾസ്, കോളേജസ്, ഒരുപാട് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിൽ ഇന്ത്യയിലും തന്നെ ഉണ്ട്, അറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, ട്രെയിനിങ്ങിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് എടുക്കുന്നുണ്ട്. നമുക്ക് അത്തരം ഏരിയകൾ പഠിക്കാനുണ്ട്. സിലബസിൻ്റെ ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ അത് പഠിക്കാം. ഏറ്റവും ലാസ്റ്റ് പിന്നെ എത്തിക്കൽ ബെനിഫിറ്റ്സ്. എന്തൊക്കെയാണ് എത്തിക്കലായിട്ടുള്ള ബെനിഫിറ്റ്സ്? അതിൽ നമുക്ക് ഓരോന്ന് പറയാൻ പറ്റും. ദ പോളിസി ഓഫ് ഹോണസ്റ്റി ഈസ് എ നെസസറി ഇൻ എ കോർപ്പറേഷൻ. ഹോണസ്റ്റിക്ക് അതിയായ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കോർപ്പറേഷൻ റിട്ടേൺസ് മണി വാല്യൂ ഫോർ ഹോണസ്റ്റി ആൻഡ് അതർ വിർച്യൂസ്. വാല്യൂസിന് ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. അല്ലാതെ പ്രോഫിറ്റ് മോട്ടീവ് എന്ന് മാത്രമല്ല, വാല്യൂസിനാണ് പ്രാധാന്യം. അപ്പോൾ അതിന് ഇക്വലായിട്ട് റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദി മോട്ടോ ഓഫ് കോർപ്പറേഷൻ ഈസ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. അതാണ് ബേസിക് മോട്ടീവ്. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഓരോരുത്തരും എല്ലാവരും ഓരോരുത്തർക്കും എന്ന രീതിയിൽ ഒരു അസോസിയേഷനാണ്, എക്കണോമിക് അസോസിയേഷൻ കൂടിയാണ് കോർപ്പറേഷൻ. അവസാനം പറയാം, കോർപ്പറേഷൻ എയിംസ് അറ്റ് ദി പ്രൊഡക്ഷൻ ഓഫ് ഫൈൻ ഹ്യൂമൻ ബീയിങ്സ്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു വെൽനെസ്സാണ്, ഒരു വെൽഫെയർ ആണ്, അവരുടെ പ്രോബ്ലങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനാണ് കോർപ്പറേഷൻ എന്നതും മറ്റൊരു എത്തിക്കൽ ബെനിഫിറ്റാണ്. ഇതിൻ്റെ കൂടെ വന്നൊരു പോയിന്റ് ഉൾപ്പെടുത്തിയെന്നുള്ളൂ. പലപ്പോഴും എക്സാം ചോദിക്കാറുണ്ട്. യുണൈറ്റഡ് നേഷൻസ് ഹാഡ് ഡിക്ലെയർഡ് 2012 ടു ബി ദി ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോഓപ്പറേറ്റീവ്. 2012 വർഷം, പ്രത്യേകം ഓർക്കണം. എന്നാണ് യുണൈറ്റഡ് നേഷൻ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോഓപ്പറേറ്റീവ് എന്ന രീതിയിൽ പ്രഖ്യാപിച്ചത് എന്ന വർഷം, അല്ലെങ്കിൽ ആര് പ്രഖ്യാപിച്ചു എന്നതും ഓർക്കേണ്ടതാണ്. ഇതിൻ്റെ ബാക്കിയുള്ള സിലബസിൻ്റെ ബാക്കിയുള്ള ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് വരുന്നു. ഫസ്റ്റ് മോഡ്യൂൾ കോർപ്പറേഷൻ കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിങ്ങിൻ്റെ ഫസ്റ്റ് മോഡ്യൂൾ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് IT ചെയ്യാം. ഓരോ മൂന്ന് പ്ലേ ലിസ്റ്റായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.